കോട്ടയം മറിയപ്പള്ളിയിൽ പാറക്കുളത്തിലേക്ക് മറിഞ്ഞ ലോറി ഉയർത്തി 20 ടൺ ഭാരമുള്ള ക്രെയിനുകൾ എത്തിച്ചാണ് ലോറി ഉയർത്തിയത്. ഡ്രൈവർ അജികുമാറിനായി തെരച്ചിൽ തുടരുകയാണ്. ജി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ലോറി ഉയർത്തി, പക്ഷേ ഡ്രൈവറെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്ന് അറിയുന്നു. തെരച്ചിൽ തുടരുകയാണോ? വിവരം ധന്യ, ഒരുപക്ഷെ അജികുമാറിന്റെ മൃതദേഹം ഇതിനുള്ളിലുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിച്ച് നൽകാവുന്ന വിവരം. ഇന്നലെ രാത്രി ഏതാണ്ട് 9 മണി മുതൽ അദ്ദേഹം ഈ വെള്ളത്തിന് അടിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏതാണ്ട് 18 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു ഡ്രൈവറുടെ ക്യാബിനുള്ളിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. എന്തായാലും ഇനി ഇവിടെ നിന്ന് മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് കൊണ്ടുപോവുകയാണ്. തിരുവനന്തപുരം പാറശാല സ്വദേശിയാണ് അജികുമാർ. അദ്ദേഹത്തിന്റെ ഇവിടെ ഏതാണ്ട് ഇന്നലെ രാത്രി 9 മണിയോട് കൂടിയാണ് ഈ ഒരു അപകടത്തിൽ പെട്ടത്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇനി ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളും മറ്റും ഉണ്ടാകും. ഏതാണ്ട് 19 മണിക്കൂറോളം നീണ്ടു നിന്ന വളരെ ശ്രമകരമായ ഒരു ദൗത്യത്തിനൊടുവിലാണ് ഈ ഒരു മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഒപ്പം തന്നെ ഈ വാഹനം പൂർണ്ണമായും ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് ഈ റോഡിലേക്ക് ഉയർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഏതാണ്ട് അത് മാറ്റുക, പൂർണ്ണമായും നിലത്തേക്ക് ഇറക്കുക എന്നത് മാത്രമാണുള്ളത്. നിലവിൽ അത് റോപ്പിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഏതാണ്ട് 18 മണിക്കൂറോളം നീണ്ടു നിന്ന ശ്രമകരമായ ഒരു ദൗത്യത്തിനാണ് പരിസമാപ്തി വന്നിരിക്കുന്നത്. ശരി, നന്ദി ശ്രീജിത്ത്. സംസ്ഥാനത്ത് 6 ജില്ലകളിൽ ചൂട് കൂടുമെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ചൂട് 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാമെന്നാണ് മുന്നറിയിപ്പ്. വേനൽ മഴ കുറഞ്ഞത് താപനില ഉയരാൻ കാരണമായെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 6 ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ഉയർന്ന താപനില 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് താപനില ഉയരുന്നത്. വേനൽ മഴ 30% കുറഞ്ഞിരുന്നു. താപനില കൂടാനുള്ള സാധ്യതയുണ്ട്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ മാർച്ച് 12, 13 തീയതികളിൽ താപനിലയിൽ ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ശരാശരിയിൽ നിന്നും 33% മഴ കുറഞ്ഞത് ഇതിനൊരു കാരണമാണ്. വരണ്ട വടക്ക് കിഴക്കൻ കാറ്റിന്റെ സ്വാധീനം മറ്റൊരു കാരണമാണ്. മിക്കവാറും സ്ഥലങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ 36 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില ഉയർന്നേക്കും. ഇന്നലെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് തൃശൂർ വെള്ളാനിക്കരയിലാണ്, 38.6 ഡിഗ്രി സെൽഷ്യസ്. സീസണിലെ ഉയർന്ന ചൂടാണിത്. ന്യൂസ് 18 തിരുവനന്തപുരം. ബസ് ചാർജ് വർധനയുടെ കാര്യത്തിൽ ഈ മാസം 31-നകം തീരുമാനമെടുക്കണമെന്ന് സർക്കാരിന് ബസ് ഉടമകളുടെ അന്ത്യശാസന. മാർച്ച് 31-നകം തീരുമാനമുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരം തുടങ്ങും. മിനിമം ചാർജ് 12 രൂപയായി വർദ്ധിപ്പിക്കണം. വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് 6 രൂപയാക്കണമെന്നും ബസ് ഉടമകൾ ആവശ്യപ്പെട്ടു. 2-3 ദിവസത്തിനുള്ളിൽ സമര തീയതി തീരുമാനിക്കുമെന്നും ബസ് ഉടമകൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1 രൂപയുടെ ആനുകൂല്യം ഞങ്ങൾക്ക് തന്നില്ല എന്ന് മാത്രമല്ല, അവിടെ സംഭവിച്ചത് ഹരിത നികുതി കൂട്ടുകയും ചെയ്തു 50%. 1 രൂപയെങ്കിൽ 1 രൂപയുടെ അധിക ബാധ്യത ഞങ്ങളെ അടിച്ചേൽപ്പിക്കുകയാണ് ഗവൺമെന്റ് ചെയ്തത്. ഇന്നത്തെ സ്റ്റേറ്റ് കമ്മിറ്റി യോഗം ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. സംസ്ഥാനത്തെ ഇതര സമാന സംഘടനകളുമായി ആലോചിച്ചുകൊണ്ട് അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുവാൻ സംഘടന തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് കൂടിയ സ്റ്റേറ്റ് കമ്മിറ്റി യോഗം സ്റ്റിയറിംഗ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും ഈ വരുന്ന 31-നകം സമരത്തിന്റെ തീയതി പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളെ വിവരം അറിയിക്കുന്നതുമാണ്. തോട്ടഭൂമിയിൽ മറ്റ് വിളകൾ കൃഷി ചെയ്യാനുള്ള ബജറ്റ് നിർദ്ദേശം നടപ്പാക്കുക സർക്കാരിന് വെല്ലുവിളിയാകും. ബജറ്റ് നിർദ്ദേശത്തെ പരസ്യമായി എതിർത്ത് CPI രംഗത്തെത്തി. ബജറ്റിൽ പ്രഖ്യാപിച്ചതുകൊണ്ട് കാര്യമില്ലെന്നും മുന്നണി തീരുമാനം വേണമെന്നുമാണ് CPI നിലപാട്. പ്ലാന്റേഷൻ നിർവചനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന റബ്ബർ, കാപ്പി, തേയില എന്നിവയ്ക്കൊപ്പം പുതിയ വിളകൾ കൂടി ചേർക്കണം.
പഴവർഗ്ഗ കൃഷികൾ ഉൾപ്പെടെ പ്ലാന്റേഷന്റെ ഭാഗമാക്കിക്കൊണ്ടുള്ള കാലോചിതമായ ഭേദഗതികൾ നിയമത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. എന്നാൽ ഭൂപരിഷ്കരണ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ സംരക്ഷിക്കുകയും വേണം. ഈ മേഖലയിലെ കർഷകരെ സഹായിക്കുന്നതിനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകും. മുന്നണി നയത്തിന് ഘടകവിരുദ്ധമായ ഈ പ്രഖ്യാപനത്തിൽ കടുത്ത അമർഷമാണ് CPIക്ക്. അത് വ്യക്തമാക്കുന്നതായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. ഭൂപരിഷ്കരണം ഭേദഗതി ചെയ്യാൻ LDF തീരുമാനിച്ചിട്ടൊന്നുമില്ല. അത് ചർച്ച ചെയ്യുമ്പോൾ ചെയ്തു കഴിഞ്ഞാൽ തീരുമാനിക്കാൻ പറ്റും. തോട്ടങ്ങളിൽ ഫലവർഗ കൃഷിക്ക് സർക്കാർ നടത്തുന്ന നീക്കം ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് കൃഷിമന്ത്രി VS സുനിൽകുമാർ പാർട്ടിയെ അറിയിച്ചിരുന്നു. മന്ത്രിയോട് വിശദ റിപ്പോർട്ട് ആവശ്യപ്പെട്ട പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവിലെ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ മുന്നോട്ട് പോകാവൂ എന്ന് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ പിന്നീട് ചർച്ചയോ തീരുമാനമോ ഉണ്ടായിട്ടില്ല. അതിനിടെയാണ് CPI ഞെട്ടിച്ച് ബജറ്റിൽ KN ബാലഗോപാലിന്റെ പ്രഖ്യാപനം. ഇതിനെ അനുകൂലിച്ച് വ്യവസായ മന്ത്രി P രാജീവും രംഗത്തെത്തിയിരുന്നു. സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റുകൾ വരുമ്പോൾ അവയുടെ സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം കൂടി ഗവൺമെന്റ് ഏറ്റെടുക്കുന്നുണ്ട്. അതിനാണ് ബജറ്റിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി 20 കോടി രൂപ ആദ്യഘട്ടമായിട്ട് അനുവദിച്ചിട്ടുള്ളത്. ഭരണഘടനയുടെ 9ാം ഷെഡ്യൂളിൽപ്പെടുത്തിയ നിയമമാണ് കാർഷിക പരിഷ്കരണ നിയമം. അതിൽ ഭേദഗതി വരുത്തുന്ന കാര്യം ഗൗരവമായ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ തീരുമാനിക്കാവൂ എന്നാണ് CPIയുടെ നിലപാട്. ഇക്കാര്യങ്ങളിൽ മുന്നണി നയപരമായ തീരുമാനങ്ങൾ എടുക്കും വരെ ബജറ്റ് നിർദ്ദേശം നടപ്പിലാക്കാൻ സർക്കാരിനാവില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. ഭൂപരിഷ്കരണ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുമെന്നല്ല ബജറ്റിൽ പറഞ്ഞതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. തോട്ടം വിളകൾക്ക് ഒപ്പം പുതിയ വിളകൾ കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് പരിശോധിക്കണമെന്നാണ് പറഞ്ഞത്. CPIയും CPMും ഉൾപ്പെടെ ചർച്ച ചെയ്ത ഇക്കാര്യത്തിൽ നയപരമായ തീരുമാനമെടുക്കുമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഇതിനൊരു തടസ്സവും വരത്തില്ല. അവർ ചർച്ച ചെയ്യും. ചർച്ച ചെയ്ത ആവശ്യമായ തീരുമാനം എടുക്കും. ഒരു നയം എന്ന നിലയിൽ ചർച്ച ചെയ്യുമ്പോൾ തീരുമാനിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചർച്ച ചെയ്തിട്ട് ഈ കാര്യങ്ങൾ വരിക എന്നുള്ളതാണ്. ഗവൺമെൻറ് ചർച്ച ചെയ്യണം, LDF ചർച്ച ചെയ്യണം, പിന്നെ ഗവൺമെൻറ് ക്യാബിനറ്റ് ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കണമെന്നാണ്. എന്തായാലും കാര്യങ്ങൾ നന്നായി നടക്കണമെന്നുള്ളൊരു ഇൻറ്റൻഷനാണ് നമുക്കെല്ലാം അതാണുള്ളത്. അതുകൊണ്ട് അതിനകത്ത് ഒരു പ്രശ്നം വരുന്നില്ല. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു വിവാദത്തിൻ്റെ ഒരു കാര്യമേ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൊച്ചി കലൂരിലെ ഹോട്ടൽ മുറിയിൽ 1.5 വയസ്സുകാരിയെ വെള്ളത്തിൽ മുക്കിക്കൊന്ന കേസിൽ അമ്മൂമ്മ സിപ്സി അറസ്റ്റിൽ. തിരുവനന്തപുരം ഭീമാപള്ളിയിൽ വെച്ച് പൂന്തുറ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. കുട്ടിയുടെ അച്ഛൻ സജീവിനെതിരെ പോലീസ് കേസെടുത്തു. കുട്ടിയുടെ സംരക്ഷണത്തിൽ വീഴ്ച വരുത്തിയതിനാണ് ഇരുവർക്കുമെതിരായ കേസ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളും തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനും ചേരുന്നു. ഡാനിയിലേക്ക്. ഡാനി, ഈ കുഞ്ഞിന്റെ അമ്മൂമ്മയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്താണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പ്? കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ. ഡാനിയിലേക്ക് തിരിച്ചെത്താം. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, തിരുവനന്തപുരത്ത് വെച്ചാണ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. ഇവരെങ്ങനെ തിരുവനന്തപുരത്തെത്തി എന്നാണ് അറിയുന്നത്? ഇവർക്കെതിരെ ഉള്ള കേസ് കഴിഞ്ഞ ദിവസമാണ് എറണാകുളത്ത് നിന്ന് സിപ്സി ഒളിവിൽ പോകുന്നത്. തിരുവനന്തപുരം തമ്പാനൂരെത്തി. തമ്പാനൂർ ആദ്യം ഒരു ഹോട്ടലിൽ മുറിയെടുത്തു. അതിനുശേഷം ഭീമാപള്ളി പരിസരത്തേക്ക് പോവുകയായിരുന്നു. ഇവർക്ക് ഒരു സുഹൃത്ത് ഭീമാപള്ളിയിലുണ്ട് എന്നുള്ളതാണ് അറിവ്. അവരുടെ നിർദ്ദേശത്തെ തുടർന്ന് ഭീമാപള്ളി പരിസരത്തേക്ക് പോവുകയായിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഭീമാപള്ളി പരിസരത്ത് വെച്ച് സിപ്സിയെ പോലീസ് പിടികൂടി. ആദ്യം പൂന്തറ പോലീസ് സ്റ്റേഷനിലേക്കും പിന്നെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്കും എത്തിച്ചു. നിലവിൽ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലാണ് സിപ്സി ഉള്ളത്. കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം എറണാകുളത്ത് നിന്ന് പോലീസ് സംഘം എത്തുന്നതിനനുസരിച്ച് അവർക്ക് കൈമാറും. കേസും എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നിലവിൽ ബാലനീതി നിയമപ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. നിലവിൽ കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തി എന്നുള്ളതാണ് ഇവർക്കെതിരെയുള്ള കുറ്റം. അതേസമയം ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളല്ല ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ റിമാൻഡിലേക്ക് പോകേണ്ടി വരും. എന്നാൽ നേരത്തെ തന്നെ ബന്ധുക്കൾ ഇവർക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. കുഞ്ഞിനെ മറയാക്കി പല നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് കഞ്ചാവ് കിടത്തടക്കമുള്ള പ്രവർത്തനങ്ങൾ ഇവർ നടത്തിയെന്ന് ആരോപണമുണ്ട്. ഇവരെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഇത് സംബന്ധിച്ച ആരോപണങ്ങളും പോലീസ് അന്വേഷിക്കും. ധന്യവാദം. നന്ദി ഉമേഷ്. ഡാനി പോളിലേക്ക്. ഡാനി, പ്രതികളെ മറ്റ് വകുപ്പുകൾ ചുമത്തി ഈ കുഞ്ഞിന്റെ അമ്മൂമ്മയെയും അച്ഛനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്താണ് കേസിന്റെ ഇപ്പോഴത്തെ നിലവിൽ എവിടെയെത്തി കേസ് അന്വേഷണം? വിവരങ്ങൾ. ധന്യ, കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അന്വേഷണം അത് തുടരുകയാണ്. പ്രത്യേകിച്ച് ഇത് കുട്ടിയുടെ പിതാവ് സജീവിനെയാണ് പോലീസ് ഇപ്പോൾ തിരയുന്നത്. രണ്ടുപേര്, അതായത് ഇപ്പോൾ സിപ്സി തിരുവനന്തപുരത്ത് നിന്ന് പിടിയിലാകുന്നു. ഇപ്പോൾ സജീവിനെ കൂടി ഈ കേസിൽ പോലീസിന് അറസ്റ്റ് ചെയ്യാനുണ്ട്. ഇതിൽ പ്രധാനമായും തന്നെ ഇവരുടെ ഒരു രണ്ടുപേരുടെയും പശ്ചാത്തലം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് രണ്ടുപേരുണ്ട്. ഈ കുട്ടികളെ കുറിച്ച് വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപം കുട്ടികളുടെ അമ്മ ഡിക്സി ഉന്നയിച്ചിരുന്നു. ഇവരെ കഞ്ചാവ് കടത്തിനടക്കമുള്ള കാര്യങ്ങൾക്ക് മറയാക്കി എന്നത്, അത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലേക്ക് ഇവർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതാണ് പ്രധാനമായും തന്നെ പോലീസ് അന്വേഷണ സംഘം തിരയുന്നത്.
അതോടൊപ്പം തന്നെ ഈ ദിവസം കൃത്യം നടന്ന ദിവസം അവിടെ ഉണ്ടായിരുന്ന സിപ്സി എന്തുകൊണ്ട് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, ഹോട്ടലിൽ ഉണ്ടായിരുന്നില്ല, പുറത്തേക്ക് പോയി എന്നാണ് പറഞ്ഞിരുന്നത്. ഇതിൽ അത് എത്രമാത്രം ശരിയാണ് എന്നതും ഇവർ തമ്മിൽ ഏതെങ്കിലും രീതിയിലുള്ള വഴക്കോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരുന്നു എന്ന കാര്യങ്ങളടക്കം പോലീസിനെ പരിശോധിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രം ഇതിലൊരു വസ്തുനിഷ്ഠമായ ഒരു ചിത്രം ഇത് സംബന്ധിച്ച് പുറത്തു വരികയുള്ളൂ. ഇക്കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രധാനമായും തന്നെ ഇരുവരെയും ചോദ്യം ചെയ്യുന്നത്. രണ്ടുപേരും കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ളവരല്ല എന്ന് പോലീസ് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഇവരുടെ കുട്ടികളുടെ ഒരു സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ രണ്ടുപേർക്കും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ബാലനീതി വകുപ്പ് 75 പ്രകാരം ഇരുവർക്കുമെതിരെ കേസ് എടുത്തിട്ടുള്ളത്. ആ നടപടികളുടെ തുടർച്ച ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകും. സജീവിനെ പോലീസ് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരി, നന്നായി ഡാനി. കൊച്ചിയിലെ സെലിബ്രിറ്റി ടാറ്റു ആർട്ടിസ്റ്റ് സുജീഷിനെതിരെ ലൈംഗിക അതിക്രമ പരാതിയുമായി വിദേശ വനിതയും. സ്റ്റുഡിയോയിൽ വെച്ച് സുജീഷ് അപമര്യാദയായി പെരുമാറിയെന്ന് സ്പാനിഷ് വനിത കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. പരാതിക്കാരിയുടെ മൊഴി പോലീസ് ഉടൻ രേഖപ്പെടുത്തും. കൊച്ചിയിൽ പഠനം നടത്തുകയായിരുന്ന സ്പാനിഷ് യുവതിയാണ് സുജീഷിനെതിരെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. 2019 ലൈംഗിക അതിക്രമം നടന്നുവെന്നാണ് പരാതി. പുരുഷ സുഹൃത്തിനൊപ്പമാണ് പരാതിക്കാരിയായ യുവതി ടാറ്റു ചെയ്യുന്നതിനായി ചേരാനെല്ലൂരിലെ സ്റ്റുഡിയോയിലെത്തിയത്. ടാറ്റു ചെയ്യാൻ തുടങ്ങിയപ്പോൾ യുവതിയുടെ സുഹൃത്തിനോട് സ്ഥലപരിമിതിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സ്റ്റുഡിയോയ്ക്ക് പുറത്തിരിക്കണമെന്ന് സുജീഷ് ആവശ്യപ്പെട്ടു. സുഹൃത്ത് പുറത്തുപോയ സമയത്താണ് യുവതിയോട് സുജീഷ് മോശമായി സംസാരിക്കാനും പെരുമാറാനും തുടങ്ങിയത്. ശരീരത്തിൽ മോശമായ രീതിയിൽ സ്പർശിച്ചുവെന്നും ഇമെയിൽ വഴി അയച്ച പരാതിയിൽ പറയുന്നു. ഉടൻ തന്നെ യുവതി വാട്സാപ്പിലൂടെ സുഹൃത്തിന് മെസ്സേജ് അയച്ചു. ഇത് കണ്ട് സുജീഷ് ദേഷ്യപ്പെട്ട് പെരുമാറിയെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു. ടാറ്റു പതിക്കാനെത്തിയപ്പോൾ ലൈംഗിക അതിക്രമം കാട്ടിയെന്ന 6 പരാതികളാണ് സുജീഷിനെതിരെ നേരത്തെ പോലീസിന് ലഭിച്ചത്. പീഡന പരാതിയിൽ അറസ്റ്റിലായ സുജീഷ് ഇപ്പോൾ റിമാൻഡിലാണ്. ന്യൂസ് 18 കൊച്ചി. വിവാഹ മേക്കപ്പിനിടെ ലൈംഗികാതിക്രമം നടത്തിയ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് അനീസ് അൻസാരിക്കെതിരെ പോലീസ് കേസെടുത്തു. 3 യുവതികളാണ് കൊച്ചി പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയത്. അനീസ് നാടുവിട്ടതായാണ് സൂചന. വിവാഹ ആഘോഷങ്ങൾക്കായി ഒരുങ്ങാനെത്തിയപ്പോൾ ലൈംഗികാതിക്രമം കാട്ടിയെന്നാരോപിച്ച 3 യുവതികളാണ് അനീസ് അൻസാരിക്കെതിരെ പരാതി നൽകിയത്. മേക്കപ്പ് ചെയ്യുന്നതിനിടെ ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നും ശരീരത്തിൽ സ്പർശിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. സമൂഹ മാധ്യമങ്ങൾ വഴി പരാതി ഉന്നയിച്ച ശേഷം ഇമെയിൽ വഴി പാലാരിവട്ടം പോലീസിന് യുവതികൾ പരാതി നൽകി. ചളിക്കവട്ടത്ത് അനീസിന്റെ ഉടമസ്ഥതയിലുള്ള ബ്രൈഡൽ മേക്കപ്പ് സ്ഥാപനത്തിൽ വെച്ച് അതിക്രമം കാട്ടിയെന്ന പരാതിയിൽ പറയുന്നു. അനീസ് അൻസാരി ഒളിവിൽ പോയതായാണ് വിവരം. ഇയാൾ രാജ്യം വിട്ടെന്നും അഭ്യൂഹമുണ്ട്. പരാതി നൽകുന്നതിന് പകരം യുവതികൾ ആദ്യം സോഷ്യൽ മീഡിയയിൽ ഇത് പ്രസിദ്ധപ്പെടുത്തിയതാണ് ഇയാൾ രക്ഷപ്പെടാൻ കാരണമായതെന്ന് കൊച്ചി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ വി.യു. കുര്യാക്കോസ് പറഞ്ഞു. ഇത് ഞങ്ങളെ വെട്ടിൽ ചാടിച്ചിട്ടാണ് ഇതിന് പരാതിക്കാരി സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അറിയിച്ച് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു മെയിൽ അയച്ചു ചെയ്തത്. അപ്പൊ അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ ഈ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം ചെയ്തിട്ട് പ്രതി അറസ്റ്റ് ചെയ്തില്ലാതെ ആവണം എന്ന് പറയുന്നത് നമുക്കവിടെ ഒരു യുക്തിസഹജമുണ്ട്. അതിന് കൊച്ചിക്കും തിരുവനന്തപുരത്തിനും പുറമെ ദുബായിലും അനീസിന് മേക്കപ്പ് സ്റ്റുഡിയോകളുണ്ട്. രാജ്യത്തെ എയർപോർട്ടുകളിൽ ലുക്കൌട്ട് നോട്ടീസ് പതിക്കാനാണ് പോലീസ് തീരുമാനം. നിലവിൽ പരാതി നൽകിയ യുവതികൾ മറ്റു പലരും സമാനമായ രീതിയിൽ ഇയാളെക്കുറിച്ച് പരാതി പറഞ്ഞതായും വെളിപ്പെടുത്തി. ഇയാളുടെ സ്റ്റുഡിയോയിൽ പോലീസ് വിശദമായ പരിശോധന നടത്തി. ന്യൂസ് 18 കൊച്ചി. ഇടവേള. കൂടുതൽ വാർത്തകൾക്ക് malayalam.news18.com. അഞ്ച് സംസ്ഥാനങ്ങളിലെ കനത്ത തോൽവിയെ തുടർന്ന് കോൺഗ്രസിൽ പടയൊരുക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവി അവലോകനം ചെയ്യാനുള്ള പ്രവർത്തക സമിതി യോഗത്തിൽ നേതൃമാറ്റം ശക്തമായി ഉന്നയിക്കാൻ തിരുത്തൽവാദി നേതാക്കൾ തീരുമാനിച്ചു. മുതിർന്ന നേതാവ് ഗുലാം നബി ആസാദിന്റെ വസതിയിൽ നേതാക്കൾ യോഗം ചേർന്നു. നാളെ വൈകിട്ട് 4-ന് ഡൽഹി AICC ഓഫീസിലാണ് പ്രവർത്തക സമിതി യോഗം. 5 സംസ്ഥാനങ്ങളിലെ കനത്ത തോൽവിയെ തുടർന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനെതിരെ പടയൊരുക്കം ശക്തമാവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവി അവലോകനം ചെയ്യാനുള്ള പ്രവർത്തക സമിതി യോഗത്തിൽ നേതൃമാറ്റം ശക്തമായി ഉന്നയിക്കാൻ തിരുത്തൽവാദി നേതാക്കൾ തീരുമാനിച്ചു. പാർട്ടിയിൽ അടിമുടി മാറ്റം വേണമെന്ന് നേതാക്കൾ യോഗത്തിൽ ആവശ്യപ്പെടും. ഉടൻ തന്നെ പ്രവർത്തക സമിതി യോഗം വിളിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെടുന്നു. ഗുലാം നബി ആസാദിന്റെ വസതിയിൽ ഇന്നലെ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. മുതിർന്ന നേതാക്കളായ ആനന്ദ് ശർമ്മ, കപിൽ സിബൽ, മനീഷ് തിവാരി, ഭൂപീന്ദർ സിംഗ് ഹൂഡ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ജൂലൈ മാസത്തിലായിരുന്നു രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത്.
പുതിയ അധ്യക്ഷനെ ഉടൻ തിരഞ്ഞെടുക്കുമെന്നായിരുന്നു അന്ന് രാഹുലിന്റെ പ്രതികരണം. എന്നാൽ 2 വർഷം പിന്നിട്ടിട്ടും സ്ഥിരാധ്യക്ഷനെ കണ്ടെത്താൻ കോൺഗ്രസിനായിട്ടില്ല. ഇതിനിടെ നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. ഈ സാഹചര്യത്തിലാണ് തിരുത്തൽവാദി നേതാക്കൾ പടയൊരുക്കം ശക്തമാക്കുന്നത്. ന്യൂസ് 18 ഡൽഹി. ഉത്തർപ്രദേശിൽ കോൺഗ്രസ് മത്സരിച്ച 399 മണ്ഡലങ്ങളിൽ 387 കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടു. BSPക്ക് 290 മണ്ഡലങ്ങളിൽ കെട്ടിവെച്ച പണം നഷ്ടമായി. ഭരണ തുടർച്ച നേടിയ BJPക്ക് സീറ്റുകൾ കുറഞ്ഞെങ്കിലും വോട്ട് വിഹിതം വർദ്ധിച്ചു. റായ്ബറേലി അടക്കമുള്ള തട്ടകങ്ങൾ കൈവിട്ട കോൺഗ്രസിന് ഒട്ടും ആശ്വാസം നൽകുന്നതല്ല ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് കണക്കുകൾ. 403 മണ്ഡലങ്ങൾ ഉള്ള UPയിൽ പാർട്ടി മത്സരിച്ചത് 399 സീറ്റുകളിൽ. ഇതിൽ 387 മണ്ഡലങ്ങളിലും കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടു. 2 മണ്ഡലങ്ങളിൽ മാത്രം ജയിച്ച കോൺഗ്രസിന്റെ വോട്ട് ശതമാനം 2.4%. 403 മണ്ഡലങ്ങളിൽ മത്സരിച്ച BSPക്ക് 290 മണ്ഡലങ്ങളിൽ കെട്ടിവെച്ച കാശ് നഷ്ടമായി. വോട്ട് വിഹിതം 13% കുറഞ്ഞു. സമാജ്വാദി പാർട്ടിക്ക് 6 സീറ്റിലും BJPക്ക് 3 സീറ്റിലും കെട്ടിവെച്ച പണം നഷ്ടപ്പെട്ടു. BJPക്ക് സീറ്റുകളുടെ എണ്ണം കുറഞ്ഞെങ്കിലും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനായി. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 39.67% BJPയുടെ വോട്ട് വിഹിതം. ഇത്തവണ 42% വോട്ട് വിഹിതം ഉയർന്നു. തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തെത്തിയ സമാജ്വാദി പാർട്ടി 32% വോട്ട് നേടി. യോഗിക്കും BJPക്കുമെതിരെ അതിശക്ത വിമർശനമുന്നയിക്കുന്ന ഇടതു പാർട്ടികൾക്കും നേട്ടമുണ്ടാക്കാനായില്ല. ഇടതു പാർട്ടികളിൽ കൂടുതൽ സീറ്റിൽ മത്സരിച്ച CPIക്ക് ലഭിച്ചത് 0.07% വോട്ട് വിഹിതമാണ്. CPIഎമ്മിന് നേടാനായത് 0.01% വോട്ട് വിഹിതം മാത്രം. ഒരു മണ്ഡലത്തിൽ മത്സരിച്ച മുസ്ലിം ലീഗും നിരാശപ്പെടുത്തി. മുസ്ലിം സ്വാധീന മണ്ഡലമായ ആഗ്ര സൗത്തിൽ ലീഗ് സ്ഥാനാർത്ഥി മുഹമ്മദ് കാമിൽ അബ്ദുള്ളയ്ക്ക് ലഭിച്ചത് 130 വോട്ടുകൾ മാത്രമാണ്. ന്യൂസ് 18 ഡൽഹി. അതേസമയം AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരെ കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരം, എരുവേശി എന്നിവിടങ്ങളിൽ പോസ്റ്ററുകൾ പതിച്ചു. 5 സംസ്ഥാനം വിറ്റുതുലച്ച KC വേണുഗോപാലിന് ആശംസകൾ. വേണുഗോപാലിനെ പുറത്താക്കുക എന്നിങ്ങനെയാണ് പോസ്റ്ററിലെ വാചകങ്ങൾ. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തോൽവി ഞെട്ടിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല. പാഠങ്ങൾ ഉൾക്കൊണ്ട് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്നും പ്രവർത്തക സമിതി നടപടി കൈക്കൊള്ളുമെന്നും ചെന്നിത്തല പറഞ്ഞു. എന്നാൽ നേതൃമാറ്റം സംബന്ധിച്ച ചോദ്യത്തിൽ നിന്ന് ചെന്നിത്തല ഒഴിഞ്ഞുമാറി. ഈ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പരാജയം തീർച്ചയായിട്ടും ഒരു ഷോക്കിംഗ് ആണ്. അത് കൂടുതൽ ആത്മപരിശോധന നടത്തി കോൺഗ്രസ് ഇതിനെ അതിജീവിക്കും. ഇന്നത്തെ പ്രതിസന്ധികൾ പരിഹരിച്ചുകൊണ്ട് കോൺഗ്രസ് പൂർവാധിക ശക്തിയോടുകൂടി തിരിച്ചു വരും. ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ ഇല്ലാതാകുന്ന പ്രസ്ഥാനമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ട് ഈ പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നടപടികളായിരിക്കും ഉണ്ടാകുന്നത്. 5 സംസ്ഥാനങ്ങളിലെ സർക്കാർ രൂപീകരണ ചർച്ചകൾ തുടരുന്നു. ഭൂരിപക്ഷം നേടിയ 4 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ BJP പാർലമെന്ററി ബോർഡ് പ്രഖ്യാപിക്കും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നാളെ ഡൽഹിയിലെത്തി കേന്ദ്ര നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. പഞ്ചാബിൽ ചരിത്രപരമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ പറഞ്ഞു. ഉത്തർപ്രദേശ് അടക്കം 4 സംസ്ഥാനത്തിലെ സർക്കാർ രൂപീകരണ ചർച്ചകൾ BJPയിൽ തുടരുകയാണ്. യോഗി ആദിത്യനാഥിന്റെ 2ാം ഊഴത്തിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തണമെന്നത് സംബന്ധിച്ച കൂടിയാലോചനകളാണ് തുടരുന്നത്. നാളെ ഡൽഹിയിലെത്തുന്ന യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളുമായി ചർച്ച നടത്തും. മണിപ്പൂരിൽ N ബീരൻ സിംഗും ഗോവയിൽ പ്രമോദ് സാവന്തും തുടരുമെന്നാണ് വിവരം. അതേസമയം ഉത്തരാഖണ്ഡിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പരാജയപ്പെട്ട സാഹചര്യത്തിൽ പുതിയ പേരുകൾ പരിഗണിക്കുന്നുണ്ട്. സത്പാൽ മഹാരാജ്, ബർസിന്ദർ റാവത്ത് എന്നീ പേരുകളാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ നേതൃത്വത്തിന്റെ വിശ്വസ്തനായ ധാമിയെ കൈവിടില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. പഞ്ചാബിൽ നിയുക്ത മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ ഗവർണർ ബൻവാരിലാൽ പുരോഹിതിനെ കണ്ട് സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ചു. പഞ്ചാബിൽ ചരിത്രപരമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി പറഞ്ഞു. ബുധനാഴ്ച 12:30 ഭഗത് സിംഗിന്റെ ജന്മസ്ഥലമായ ഗഡ്കർ കലാനിൽ സത്യപ്രതിജ്ഞ നടക്കും. 17 അംഗ മന്ത്രിസഭയും അധികാരമേൽക്കും. ന്യൂസ് 18 ഡൽഹി.
കേരളത്തിൽ നിന്ന് ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ മുന്നണികൾക്കുള്ളിൽ ചർച്ച ആരംഭിച്ചു. ഒഴിവുവരുന്ന 3 സീറ്റുകളിൽ 2 ഇടതുമുന്നണിക്കും 1 UDF-നും സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാം. ഇടതുമുന്നണിയിൽ CPM, CPI ഉഭയകക്ഷി ചർച്ച ആരംഭിച്ചു. കോൺഗ്രസിലും അനൌദ്യോഗിക ചർച്ചകൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. കോൺഗ്രസ് തന്നെ രാജ്യസഭയിലേക്ക് മത്സരിക്കും. പക്ഷേ അതാരാണെന്ന ചോദ്യമാണ് കുഴയ്ക്കുന്നത്. കോൺഗ്രസിലെ നേതൃമാറ്റത്തിന് ശേഷം ആദ്യമായി കൈക്കൊള്ളേണ്ട പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനം. KV തോമസ് പരസ്യമായി അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. ഇക്കുറി പുതുമുഖത്തെ പരിഗണിക്കണമെന്ന ആവശ്യം ശക്തം. ദേശീയ തലത്തിൽ കോൺഗ്രസിനുണ്ടായ തിരിച്ചടി സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി നിർണയത്തെ സ്വാധീനിക്കും. ചെറിയാൻ ഫിലിപ്പിനും പന്തളം സുധാകരനു വേണ്ടിയും വാദമുയരുന്നുണ്ട്. യുവത്വത്തിനാണ് പരിഗണനയെങ്കിൽ M. ലിജുവോ VT ബൽറാമോ മത്സരിക്കും. ദേശീയ തലത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന പുതിയ സാഹചര്യം യുവത്വത്തെ പരിഗണിക്കാൻ സാധ്യത നൽകുന്നതാണ്. ഔദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചിട്ടില്ലെങ്കിലും നേതാക്കൾക്കിടയിൽ ആശയവിനിമയം നടക്കുന്നുണ്ട്. ഇടതുമുന്നണിയിൽ ഒഴിവുവരുന്ന 2 സീറ്റുകളിൽ ഒന്നിൽ CPM മത്സരിക്കുമെന്ന് ഉറപ്പാണ്. മറ്റൊരു സീറ്റിൽ CPI-യും LJD-യും NCP-യും അവകാശവാദം ഉന്നയിക്കുന്നു. ദേശീയ തലത്തിൽ ശോഭിക്കാൻ കഴിയുന്ന നേതാവിനെ രാജ്യസഭയിൽ എത്തിക്കാനാണ് CPM നീക്കം. AA റഹീം, തോമസ് ഐസക്, VP സാനു എന്നിവരിൽ ആരെങ്കിലും സഭയിലെത്താനാണ് സാധ്യത. 15 ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടായേക്കും. അടുത്ത ആഴ്ചയോടെ കോൺഗ്രസ് ചർച്ചകളിലും തീരുമാനമുണ്ടാകും. ന്യൂസ് 18 തിരുവനന്തപുരം. പുതിയ സംസ്ഥാന കമ്മിറ്റി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് INL അഡ്ഹോക് കമ്മിറ്റി യോഗത്തിന് ശേഷം മന്ത്രി ആമ ദേവർകോവിൽ. അഖിലേന്ത്യാ കമ്മിറ്റിയുടെ തീരുമാനം അംഗീകരിക്കും. പുറത്തുപോയവരുമായി ഒരു ബന്ധത്തിനും സാധ്യതയില്ല. ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞാൽ തിരികെ കൊണ്ടുവരുന്ന കാര്യം ആലോചിക്കും. INL എന്ന പേരിൽ അവർ തുടരാൻ അനുവദിക്കില്ല. നിയമ നടപടിയുമായി പോകുമെന്നും ആമ ദേവർകോവിൽ പറഞ്ഞു. വളരെ വ്യക്തമായി തന്നെ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്. പ്രാഥമികമായി ആ വിഭാഗത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ എന്ന നിലക്കാണ് 2 പേർക്കെതിരെ നടപടിയെടുത്തിട്ടുള്ളത്. അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കെതിരെയും ശക്തമായ നടപടിയുണ്ട്. INL-ന്റെ ദേശീയ നേതൃത്വത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പോയവരുമായിട്ട് ഒരു ബന്ധത്തിനും സാധ്യതയില്ല. പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തെ അംഗീകരിക്കുകയും ചെയ്തുപോയ തെറ്റുകൾക്ക് മാപ്പ് പറയുകയും ചെയ്താൽ പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. കുന്നംകുളത്ത് താലൂക്ക് ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്ന സ്ഥലത്തെ മരങ്ങൾ ജില്ലാ കലക്ടറും MLA-യും പരിശോധിച്ചു. മന്ദിരം നിർമ്മിക്കുന്ന 4.5 ഏക്കർ ഭൂമിയുടെ അതിരിൽ നിൽക്കുന്ന മരങ്ങളാണ് പരിശോധിച്ചത്. ഇവിടെ ചുറ്റുമതിൽ നിർമ്മിക്കാനായി 25 മരങ്ങൾ മുറിക്കാനുള്ള നീക്കം വിവാദമായിരുന്നു. പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപകർക്കുള്ള പലിശ നിരക്ക് കുറച്ചു. 8.5% നിന്ന് 8.1% പലിശ നിരക്ക് കുറച്ചത്. 10 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ യോഗത്തിലാണ് തീരുമാനം. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപത്തിൽ നിന്നും നിക്ഷേപകർ വൻതോതിൽ പണം പിൻവലിക്കാൻ തുടങ്ങിയതോടെയാണ് പലിശ നിരക്ക് കുറച്ചത്. 2018-19 കാലത്ത് 8.65% PF പലിശ നിരക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് സന്ദർശനം തുടരുന്നു. 2ാം ദിനമായി ഇന്നും മോദി റോഡ് ഷോ നടത്തി. ഗാന്ധിനഗറിലെ ദഹേഗാമിൽ നിന്ന് RR സർവകലാശാല വരെ 12 കിലോമീറ്റർ ദൂരമായിരുന്നു റോഡ് ഷോ. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും തുറന്ന ജീപ്പിൽ മോദിക്കൊപ്പമുണ്ടായിരുന്നു. യുദ്ധക്കെടുതിയിൽ യുക്രൈൻ. റഷ്യക്കെതിരെ ഉപരോധം കൂടുതൽ കടുപ്പിച്ച അമേരിക്ക റഷ്യയെ വ്യാപാര സൗഹൃദ രാജ്യ പട്ടികയിൽ നിന്ന് ഒഴിവാക്കും. പദവി റദ്ദാക്കാൻ നടപടി തുടങ്ങിയതായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. വോഡ്ക, സമുദ്രവിഭവങ്ങൾ തുടങ്ങിയവയുടെ ഇറക്കുമതി നിരോധിക്കും. റഷ്യൻ പാർലമെന്റ് അംഗങ്ങൾക്കും ബാങ്കിംഗ് ഉദ്യോഗസ്ഥർക്കും വിലക്ക് ഏർപ്പെടുത്തും. റഷ്യയുമായി നേരിട്ട് യുദ്ധത്തിനില്ലെന്നും അതേസമയം രാസായുധം പ്രയോഗിച്ചാൽ റഷ്യ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ബൈഡൻ വ്യക്തമാക്കി. അതേസമയം റഷ്യൻ സൈന്യം കീവിന് തൊട്ടരികിലെത്തി. യുക്രൈനിലെ കൂടുതൽ നഗരങ്ങളിലേക്ക് റഷ്യ ആക്രമണം വ്യാപിപ്പിച്ചു.